കുഞ്ഞിന്റെ വീട്ടുകാരോട് മിണ്ടി അച്ഛന്റെ വീട്ടുകാരെ ഒഴിവാക്കിയോ? അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ എന്റെ വീട്ടിലും മിണ്ടുന്നുണ്ട്, ഏട്ടന്റെ വീട്ടിലും മിണ്ടുന്നുണ്ട്. അതെന്താ ഭാഗ്യത്തിന് ഇവിടെ ശീഘ്രം ഒരു മനമാറ്റം? നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകാറില്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. ഇതൊക്കെയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളെ കുറെ എന്തെങ്കിലും കുറ്റകരമായിട്ട് എന്തെങ്കിലും ആയിട്ട് ബുദ്ധിമുട്ട്, മാനസികമായ വിഷമങ്ങളൊക്കെ എന്നെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മണ്ഡലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും മിണ്ടിയാലും ഞാൻ മിണ്ടില്ല. തല പോയാലും പിള്ളേച്ച് വാക്ക് മാറില്ല. ഇവിടെ നമ്മുടെ ഗോകുലേട്ടായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മാനസികമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് മിണ്ടത്തേ ഇല്ല. അളിയോ പറഞ്ഞത് സത്യം തന്നെയല്ലേ? അളിയ സത്യമേ പറയൂ, പ്രത്യേകിച്ച് മണ്ടന്മാരോട്. എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്കൊരു ഹേട്ടായിട്ടൊരു കാര്യം എന്റെ ഇതിൽ വന്നാലും ഞാൻ അങ്ങോട്ട് പോവില്ല. ഇങ്ങോട്ട് വന്നാലും ഞാൻ പോവില്ല. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. എന്നാ ശരി. എന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എന്റെ നേർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോകില്ല എന്നാണ്. താനെന്താണ് മോനെ വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എടാ എടാ ഇത് സോഷ്യൽ മീഡിയടാ, നീ പറഞ്ഞു വെച്ചതല്ല ഇവിടെ ഉണ്ടടാ. ഇപ്പോഴും വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ല, ആ രണ്ടാൾക്കാരെ കളിച്ച കളി ഉണ്ടല്ലോ, എന്ത് വയലൻസ് കാണിക്കേണ്ട കാരണം എന്താണെന്ന് അറിയൂ? കാണിക്കണോ? ഇപ്പൊ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. ഈ പഴയ വീഡിയോയിലും പറയുന്ന ആ രണ്ടാൾക്കാര് മറ്റവളുടെ ഫാമിലിയാണ്. ആ ഫാമിലിയോട്ട് ഇവ ഒന്നിച്ചിരിക്കുന്നു. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. അന്ന് ഇവനെ കളിച്ച കളിയാണ്, ഇവനെ വേദനിപ്പിച്ച വേദനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന് തള്ളിയത്. അതൊന്നും ചുമ്മാ പറഞ്ഞതായിരുന്നില്ല. എന്നെ പറഞ്ഞതാണെങ്കിലും ഞാൻ അവരെ പറഞ്ഞതാണെങ്കിലും അത് ഞാൻ അത് നിർത്തി. എങ്ങനെയും മിണ്ടിയാലും ഞാൻ മിണ്ടില്ല. അത് ഞാൻ അത് നിർത്തി. എന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതങ്ങ് ക്ഷമിക്കും, നമ്മളത് ആ ഒരു രീതിയിലെടുക്കും. എന്തോന്നടേ ശല്യമായല്ലോ. ഞാൻ ആകെ തീ പിടിച്ച് നിൽക്കട്ടോ. ഇപ്പൊ ഞാനിപ്പോ കുഞ്ഞിന്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ട് കുറെ പേര് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ പറയുക? അന്തസ്. അത് നിങ്ങൾക്കില്ല. കേട്ടെ, ഇപ്പൊ ഇവിടെ ആരുമില്ല. ഞാൻ കുഞ്ഞിനെ എന്ത് ചെയ്യും? ഇവിടെ വീട്ടിലൊറ്റക്ക് ഇട്ടിട്ട് പോവോ? വർക്കിന് പോകുമ്പോ എന്നെ ഒറ്റക്കിട്ട് പോയിട്ട് വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റം പറയില്ലേ? സത്യം പറഞ്ഞ പേടിച്ചിട്ടാ, പഴയ പോലെ ഒന്നുമല്ല. ഈ പറഞ്ഞ വലിയൊരു വർക്ക് വരും, എന്തായാലും ഒന്നും നോക്കൂല. ഞാൻ കുഞ്ഞിനെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ആ ആക്കാം. വീട്ടുകാരെയാണ് നീയും അവരും കൂടി, നീ ഇവളും കൂടി ചെളി വാരി അടിച്ച് അവരിങ്ങോട്ട് വാരി അടിച്ച്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഒന്നും നോക്കൂല. ഞാൻ കുഞ്ഞിനെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കും. നീ ഇങ്ങനെയൊന്നും അല്ലല്ല അന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് ആക്കി ഇട്ടെന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുക? അത്ര ഉള്ളു കാര്യങ്ങള്. വലിയൊരു വർക്ക് വരും, എന്തായാലും ഒന്നും നോക്കൂല. ഞാൻ കുഞ്ഞിനെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കും. കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കിയാൽ കുഞ്ഞിന് എന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞവനാണ്. വലിയൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന്. മനുഷ്യരായാല് പറഞ്ഞ വാക്കിന് കുറച്ചൊക്കെ വില വേണം. എടാ ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ടി നില്ലടാ, അല്ലെങ്കിൽ നാലായിട്ട് കളിഞ്ഞു. ഉള്ള കാര്യം പറയാം. ഇപ്പൊ നിനക്ക് സന്തോഷായല്ലോ? സന്തോഷായി.